ശ്രുതിസ്മൃതിപുരാണാനാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സർവത്ര നിറഞ്ഞ് വ്യാപിച്ചു നിൽക്കുന്ന പുരുഷോത്തമൻ, അതാണ് നിർഗുണ നിരാകാര ബ്രഹ്മം. അതാണ് നീ എന്ന് ആ മഹാവാക്യത്തിൽ ശ്വേതകേതുവിനോട് ഉദാലകാരുണി പറഞ്ഞു. ഞാൻ അത് തന്നെയാണ് എന്ന് ഇവിടെ നമ്മൾ ഈ ഉപനിഷത്തിൽ നേരിട്ട് പ്രത്യക്ഷമായിട്ട് കേൾക്കുന്നു. അങ്ങനെ പത്നി ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നത് തന്നോടുള്ളതായ സ്നേഹം കൊണ്ടാണ്. അതേപോലെ നവാരെ ജായായികമായ ജായാപ്രിയ ഭവതി. അല്ലയോ മൈത്രേയി, ഭർത്താവിന് ഭാര്യ പ്രിയപ്പെട്ടവളായിത്തീരുന്നത് എന്തുകൊണ്ടാ? ഭാര്യയ്ക്ക് സന്തോഷം ഉണ്ടാവണം, ഭാര്യയ്ക്ക് സുഖമുണ്ടാകണം, ശ്രേയസ് ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണോ? അല്ല. പിന്നെയോ ആത്മനസ്തുകാമായ ജായ പ്രിയാ ഭവതി. തനിക്ക് ആനന്ദമുണ്ടാകണം, ശ്രേയസ് ഉണ്ടാകണം, അതിനു വേണ്ടിയിട്ടാണ് ഭാര്യ ഭർത്താവിന് പ്രിയപ്പെട്ടവളായിത്തീരുന്നത്. ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഭാര്യ പറയട്ടെ, അപ്പോഴറിയാം എന്തൊക്കെ കോലാഹലമാ സംഭവിക്കുക എന്നുള്ളത്. ഭാരതീയ കുടുംബ വ്യവസ്ഥയിൽ അത്തരം കോലാഹലങ്ങളില്ല. ഇതാണ് ഭാരതീയ കുടുംബ വ്യവസ്ഥയുടെ പ്രത്യേകത. അത് ഋഷിമാര് ശില്പം ചെയ്തിരിക്കുന്നതാണ്. അതിനു വേണ്ടുന്നതായ പഠനം ബാല്യം മുതൽ തന്നെ ഋഷിമാര് നമ്മുടെ മുത്തശ്ശിമാരിലൂടെയും മുത്തശ്ശന്മാരിലൂടെയും നമുക്ക് പകർന്നു തരും. അങ്ങനെയാണ് ഭാരതീയ കുടുംബ വ്യവസ്ഥ നിലനിൽക്കുന്നത്. അതിനകത്ത് ഇത്തരം പ്രശ്നമില്ല. അല്ലാതുള്ളിടമാണ് ഇന്ന് ലോകത്തേറെ. അവിടെ തൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഓരോ മനുഷ്യനും വേറൊരാൾ ആഗ്രഹിക്കുന്നത്. പുത്രന്മാരുടെ ഹിതം ഒരാൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട്? പുത്രനോടുള്ള സ്നേഹം കൊണ്ടല്ല, പുത്രിയോടുള്ള സ്നേഹം കൊണ്ടുമല്ല, തന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. എൻ്റെ മകൻ IAS ആയി, എൻ്റെ മകൻ വലിയ ഓഫീസറായി, അത് 4 പേരുടെ മുമ്പിൽ പറയാൻ എന്തൊരു സന്തോഷമാണ്. അതുകൊണ്ടാണ് പുത്രൻ പ്രിയപ്പെട്ടവനായി തീരുന്നത്. പുത്രൻ ഇതൊന്നുമല്ല, നിസ്സാരനാണ്, അയാളെ കൊണ്ട് ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞാലോ അങ്ങനെ ഒരു പുത്രൻ തനിക്കുണ്ട് എന്ന് വെളിയിൽ പറയുകയില്ല. അങ്ങനെയുള്ള എത്രയോ മാതാപിതാക്കളെ നമുക്കറിയാം. പറയാൻ മടിയാണ്. എന്താ കാരണം? തനിക്ക് സന്തോഷം തരുന്നില്ല അത് പുത്രന്റെ ആ അവസ്ഥ. അതുകൊണ്ട് അങ്ങനെ ഒരു പുത്രൻ ഉണ്ട് എന്ന് വെളിയിൽ പോലും പറയില്ല. പിന്നെ അല്ലേ പുത്രനെ സ്നേഹിക്കാൻ? പുത്രനെ സ്നേഹിക്കുന്നത് തന്നോടുള്ള സ്നേഹത്താലാണ്, പുത്രിയെ സ്നേഹിക്കുന്നത് തന്നോടുള്ള സ്നേഹത്താലാണ്. ഇതെല്ലാം ആത്മനസ്തുകാമായ സർവം പ്രിയം ഭവതി. അല്ലയോ മൈത്രേയി, താനാകുന്ന തൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനോടുള്ള ആ അക്ഷരപുരുഷനോടുള്ള, ആ അക്ഷരപുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷരപുരുഷനെ എല്ലാവരും അറിയുന്നു. ഇഷ്ടം കൊണ്ടാണ് ഈ ലോകത്തിൽ എന്തും ഓരോരുത്തർക്കും പ്രിയപ്പെട്ടതായി തീരുന്നത്. അതിന് വിപരീതമായിട്ട് ഏതെങ്കിലും ഒരു വസ്തു വന്നു കഴിഞ്ഞാൽ അപ്പം കാണാം. അതാണ് ചങ്ങാത്തൻ. 2 ദിവസം ഒരുമിച്ച് വലിയ ചങ്ങാതികൾ, അത് കഴിയുമ്പോഴേക്കും 2 പേരും അടിച്ചു പിരിയുന്നു. ലോകരാഷ്ട്രങ്ങളുടെ ചരിത്രം നോക്കിക്കൊള്ളൂ, പൊളിറ്റിക്കൽ സയൻസ് നോക്കിക്കൊള്ളൂ. ഭാരതത്തിനകത്തായാലും പുറത്തായാലും നിരന്തരം ഇതാ നടക്കുന്നത്. ഇന്നത്തെ ചങ്ങാതികൾ, നാളത്തെ ശത്രുക്കൾ. കാരണം അവനവൻ്റെ പ്രിയത്തിന് വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നത്. അയാൾ കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ജയിക്കാനാകും, അയാൾ കൂടെ നിന്നില്ലെങ്കിലോ എനിക്ക് ജയിക്കാനാവില്ല. അതുകൊണ്ട് അയാളെ കൂടെ നിർത്തുന്നു, അയാളോട് ഇഷ്ടം
ഭാവിക്കുകയാണ്. അതല്ലാതെ അയാളോട് സ്നേഹം കൊണ്ടല്ല, തന്നോടുള്ള കാമത്താലാണ്. അതുകൊണ്ട് ഇത്രയും അനേക ഉദാഹരണങ്ങളുണ്ട്, അതെല്ലാം ഞാൻ വിട്ടു, അതൊന്നും പറയേണ്ട കാര്യമില്ല. ആത്മാവാരെ ദ്രഷ്ടവ്യ ശ്രോതവ്യോ മന്ദവ്യോ നിധിധ്യാസിതവ്യ യാജ്ഞവൽക്യന്റെ പ്രഖ്യാപനമാണ്. ഇത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള പ്രഖ്യാപനമാണ്. അരേ, എടോ എന്ന് വിളിക്കുകയാണ് ഭാര്യയെ. ആ സ്നേഹത്തിന്റെ, അവർ തമ്മിലുള്ള ആ സ്നേഹത്തിന്റെ ആധിക്യം, എടോ എന്ന് വിളിക്കുന്നു. അയലയോ മൈത്രേയി, ആത്മാവിനെയാണ് ദ്രഷ്ടവ്യ കാണേണ്ടത്. യാതൊരു ആത്മാവിനോടുള്ള സ്നേഹം കൊണ്ടാണോ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ജീവരാശിക്കും പ്രിയങ്കരമായി തീരുന്നത്, ആ ആത്മാവിനെയാണ് കാണേണ്ടത്. ആത്മാവാരെ ദ്രഷ്ടവ്യ, ആ ആത്മാവിനെയാണ് അറിയേണ്ടത്. ആ ആത്മാവാരെ ശ്രോതവ്യ, ആ ആത്മാവിനെയാണ് കേൾക്കേണ്ടത്. ആ ആത്മാവിനെ കേൾക്കണം, ആ ആത്മാവിനെ കാണണം. എങ്ങനെ? പ്രത്യക്ഷമായ അനുഭവം. ഈ കണ്ണുകൊണ്ട് ലോകത്തെ കാണുന്ന പോലെ ആത്മാവിനെ കാണാൻ പറ്റൂല. പിന്നെയോ നിർഗുണ നിരാകാര ബ്രഹ്മത്തെ നമ്മുടെ തപസ്സമാധിയുടെ ഉയർന്ന തലങ്ങളിൽ എത്തി നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിയും. അത് നിർവികൽപ്പ സമാധിയാണ്. അതിനു മുമ്പ് സവികൽപ്പ സമാധിയുടെ അനേകം തലങ്ങൾ, അങ്ങോട്ട് ഉയർന്നു പോകുന്ന ആളുകളുടെ തലങ്ങൾ. ആ സവികൽപ്പ സമാധിയിലൂടെ മുകളിലേക്ക് യാത്ര ചെയ്യുമ്പോഴേക്കും ഈ അനുഭവം ക്രമേണ കരുത്തുറ്റതായി വർദ്ധിച്ചതായിട്ട് വരും. അങ്ങ് നിർവികൽപ്പ സമാധിയുടെ തലമെത്തുമ്പോൾ അത് സമ്പൂർണമായി തീരും. അവിടെ ആത്മാവ് മാത്രമേ ഉള്ളൂ, രണ്ടാമതൊന്നില്ല. ഏകമേവ അദ്വിതീയം, ഒന്ന് മാത്രം, രണ്ടില്ലാത്തത്. അത് ഉപനിഷൽ വാക്യാണ്. അത് ശരിക്കും മഹാവാക്യം തന്നെ. മഹാവാക്യങ്ങൾ പറയുമ്പോൾ ഈ 4 നമ്മൾ പറയാറുള്ളൂ എങ്കിലും ഇങ്ങനെ അനേകം വാക്യങ്ങളുണ്ട്. ഏകമേവ അദ്വിതീയം, ഒന്ന് മാത്രം, രണ്ടില്ലാത്തത്. ആ പ്രത്യക്ഷമായിരിക്കുന്ന അനുഭവത്തിൽ എത്തിച്ചേരും. അങ്ങനെ ആ പ്രത്യക്ഷാനുഭവത്തിലാണ് കാണുന്നത്. നമ്മൾ ഈ കാണുന്ന പോലെയല്ല. നമ്മളുടെ ഈ കാഴ്ചയെല്ലാം ത്രിപുടിയോടുകൂടിയതാണ്. കാണുന്നവനായ ഞാൻ, കാണപ്പെടുന്നതായ വസ്തു, ആ വസ്തുവിനെ കുറിച്ചുള്ള എൻ്റെ കാഴ്ച, ഈ 3 കാര്യങ്ങൾക്ക് ചേർത്ത് ത്രിപുടി എന്ന് പറയും. ത്രിപുടിയോടുകൂടിയുള്ള ജ്ഞാനാണ് ലോകത്തിൽ എല്ലാം ഉള്ളത്. ഇത് ത്രിപുടിയോടുകൂടിയുള്ള ജ്ഞാനമല്ല, ത്രിപുടി രഹിതമായ ജ്ഞാനമാണ്. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മം തന്നെയാകുന്നു എന്നുള്ള പൂർണ്ണമായ അനുഭവത്തിലുള്ള ജ്ഞാനമാണ്. അവിടെ ഇനി ഒരു കാര്യം കൂടി, അവിടെ അഹവുമില്ല, ബ്രഹ്മവുമില്ല, അസ്മിയുമില്ല. അവിടെ എത്തിക്കഴിയുമ്പോൾ, അതുവരെ അഹം ബ്രഹ്മ അസ്മി ഉണ്ട്, അതുവരെ വേണം. അവിടെ എത്തിക്കഴിയുമ്പോൾ അഹമില്ല, ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടൊരു ഞാനില്ല, ഞാൻ തന്നെയാണ് ബ്രഹ്മം. അതുകൊണ്ട് ആ ബ്രഹ്മത്തിന് ബ്രഹ്മം എന്നൊരു പേരുമില്ല. പേരെന്തിനാ? മറ്റുള്ളവരിൽ നിന്നിട്ട് അല്ലെങ്കിൽ മറ്റുള്ള വസ്തുക്കളിൽ നിന്നിട്ട് ഒരാളെ വേർതിരിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പേര്. അതില്ല. പേര് വേണമെങ്കിൽ എന്തു വേണം? ശബ്ദം വേണം, ഭാഷ വേണം, അത് ഉച്ചരിക്കാനുള്ള നാവ് വേണം, അത് ചിന്തിക്കാനുള്ള മനസ്സ് വേണം. ഇതൊന്നുമില്ല, എല്ലാം ലയിച്ചു പോയി, വളരെ മുമ്പേ ലയിച്ചു പോയി. അതുകൊണ്ട് അവിടെ അഹവുമില്ല, ബ്രഹ്മവുമില്ല. ഇതിന് രണ്ടിനെയും കൂട്ടിച്ചേർക്കുന്നതാണ് അസ്മി ആകുന്നു. അതുമില്ല. അത് ആ തലത്തിൽ. പക്ഷെ ഇത് വെളിയിൽ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അഹം ബ്രഹ്മാസ്മിയൊക്കെ വെറും വ്യക്തിത്വമാണ് എന്നൊക്കെ പറഞ്ഞു കളയും, കാര്യം മനസ്സിലാക്കാതെ. ഈ സദസ്സിലാകുമ്പോൾ പറയാം, കാരണം ഇതെല്ലാം നന്നായി അറിയുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്. അവിടെ ഒന്നേ ഉള്ളൂ, ഏകമേവ അദ്വിതീയം, അവിടെ രണ്ടില്ല. അതുവരെ മാത്രമാണ് ഈ മഹാവാക്യങ്ങളും, അതുവരെ മാത്രമാണ് ഈ വേദമന്ത്രങ്ങൾ, അതുവരെ മാത്രമാണ് ഈ യജ്ഞ ഹോമ തപാദികൾ, അതുവരെ മാത്രമാണ് ഭക്തിയോഗം, ജ്ഞാനയോഗം, രാജയോഗം മുതലായവ. അവിടെയൊന്നും യോഗമില്ല. യോഗം വേണമെങ്കിൽ കുറഞ്ഞത് 2 വസ്തു വേണം. യോഗം എന്ന് വെച്ചാൽ ചർച്ച എന്നാണ്. 2 വസ്തു വേണം. അവിടെ എല്ലാം ഒന്നായി പോയിരിക്കുന്നു. അതുകൊണ്ട് അവിടെ യോഗവുമില്ല എന്ന് മാത്രമല്ല, ഒന്നായി പോയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് ശുദ്ധാബദ്ധമാണ്. അവിടെ ഒന്നുമില്ല, 2ഉമില്ല, 3ഉമില്ല, ഒന്നുമില്ല.
ഉള്ളത് ആ സച്ചിദാനന്ദം മാത്രം. സത്തും ചിത്തും ആനന്ദവും ഒന്നായിരിക്കുന്ന പ്രത്യക്ഷമായ അനുഭവം മാത്രം. അങ്ങനെയാണ് ഈ ആത്മാവിനെ കാണുന്നത്. ആത്മാവാരെ ദ്രഷ്ടവ്യ, കാണണം, കാണപ്പെടണം. അതിനെയാണ് അന്വേഷിക്കേണ്ടത്. ഈ ലോകത്തിലെ ഓരോരുത്തരും എന്തൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഓടി നടക്കണേ. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ നടക്കുന്നു. ലൗകികമായ കാര്യങ്ങൾക്ക് അതെല്ലാം വളരെയേറെ പ്രയോജനപ്പെടും, സംശയമില്ല. ഇപ്പൊ ഈ മൈക്ക് പോലും അങ്ങനെയുള്ള കണ്ടെത്തലിന്റെ പ്രയോജനമാണ്. അത് വേണം. ലൗകികമായ കാര്യങ്ങൾക്ക് അത്തരം കണ്ടെത്തലുകൾ, ഭൗതിക ശാസ്ത്രം, അതിന്റെ കണ്ടെത്തലുകൾ, അതിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം വേണം. പക്ഷേ ഇതാണ് പരമം എന്ന് ധരിക്കരുത്. എല്ലാത്തിനും ഉത്തരം ഇതാണെന്ന് ധരിക്കരുത്. അവിടാണ് കുഴപ്പം വരുന്നത്. ആധുനിക ശാസ്ത്രം നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ തന്നു. ആ സൗകര്യങ്ങൾ നമ്മൾ ഇത്തരം ജ്ഞാന ഉപാർജനത്തിന്റെയും ജ്ഞാന വിതരണത്തിന്റെയും ഉപാധിയായിട്ട് വിനിയോഗിക്കണം. പക്ഷെ അതാണ് പരമം എന്ന് കരുതരുത്. അതിലൂടെ നടന്ന് അസത്യേ വർത്മനി സ്ഥിത്വ തത സത്യം സമീക്ഷതേ. അസത്യത്തിന്റെ മാർഗത്തിൽ കൂടി നടന്ന് ഈ മാർഗമെല്ലാം, ഈ ഉപാസന മാർഗമെല്ലാം അസത്യത്തിന്റെ മാർഗമാണ്. കാരണം അതിൽ പലതുണ്ട്, ഉപാസനയിൽ പലതുണ്ട്. ഞാനുണ്ട്, എൻ്റെ ഉപാസന രീതിയുണ്ട്, എൻ്റെ ഉപാസ്യനുണ്ട്, അങ്ങനെ ത്രിപുടിയുണ്ട്. അങ്ങനെ അസത്തിന്റെ മാർഗത്തിലൂടി നടന്ന് എവിടെ ലക്ഷ്യമാക്കിയിട്ട്? സത്തിനെ ലക്ഷ്യമാക്കിയിട്ട് നടക്കണം. അസത്തിന്റെ മാർഗത്തിലൂടി ധാരാളം പേര് നടക്കുന്നത് അസത്തിനെ ലക്ഷ്യമാക്കിയാണ്. കൂടുതൽ പണം എങ്ങനെ നേടാം, കൂടുതൽ സുഖം എങ്ങനെ നേടാം, കൂടുതൽ പേരെങ്ങനെ നേടാം, കൂടുതൽ പ്രശസ്തി എങ്ങനെ നേടാം, മറ്റുള്ളവരെ എങ്ങനെ ഉപദ്രവിക്കാം, ഇതൊക്കെയാണ് ഗവേഷണം. അസത്തിന്റെ മാർഗത്തിലൂടി അസത്കർമ്മങ്ങൾ നടത്താൻ വിനിയോഗിക്കുന്നു. അത് അരുത്. ഈ അസത്തിന്റെ മാർഗത്തിലൂടെയേ നമുക്ക് നടക്കാൻ പറ്റുന്നു. കാരണം നമ്മൾ അസത്തിന്റെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് കഠോപനിഷത്ത് നമ്മോട് വിളിച്ചു പറയുന്നത് ഇതിനെല്ലാം തരണം ചെയ്ത് അപ്പുറത്ത് പോകാൻ എന്ന്. മാത്രമല്ല, ഇവിടെ ഈ ബൃഹദാരണ്യക ഉപനിഷത്തും നമ്മോട് വിളിച്ചു പറയും, അസതോമാ സദ്ഗമയ, എന്നെ അസത്തിൽ നിന്ന് സത്തിലേക്ക് ഉയർത്തേണമേ. അതാണ് ഞാൻ നിൽക്കുന്ന സ്ഥലം. ഇത് അസത്താണ്. ഞാൻ എന്ത് ഉപാസന ചെയ്താലും അത് അസത്തിന്റെ ഉള്ളിലുള്ള ഉപാസന തന്നെ. കാരണം ഞാനുണ്ട്, ഉപാസനയുണ്ട്, ഉപാസനയുടെ രീതികളുണ്ട്, അതിന്റെ പ്രയോജനമുണ്ട്, അതിന്റെ ദേവനുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് അസത്താണ്, പലതുണ്ട്, അസത്താണ്. അങ്ങനെ ഈ അസത്തിൽ നിന്ന് എന്നെ സത്തിലേക്ക്, പലതില്ലാത്ത ആ അദ്വയ അനുഭൂതിയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥന. അതാണ് പാവനാനി എന്ന് ഇതിനകത്ത് ഈ ഉപനിഷത്ത് തന്നെ നമ്മോട് പറഞ്ഞു.